പ്ലസ് 1 ഫിസിക്സ് 11ാമത്തെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ ചാപ്റ്ററിനെ റിവിഷൻ ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് പ്ലസ് 1 റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, അതുപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഈ ലോകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൽ ആദ്യമായി തന്നെ നമുക്ക് പഠിക്കുവാനുള്ളത്. നോക്കാം. സ്റ്റേറ്റ് ബോയിൽസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ദാറ്റ് ഈസ് P is proportional to 1/V or PV equal to a constant. ഈ ബോയിൽസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിക്കുവാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് 11ാമത്തെ ഈ ചാപ്റ്റർ. നമുക്ക് അടുത്ത ലോയിലേക്ക് നോക്കാം. സ്റ്റേറ്റ് ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് V is proportional to T or V/T equal to a constant. Next question. Write ideal gas equation. PV equal to mu RT. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, where mu is the number of moles in the sample of gas. Capital letter R is called universal gas constant. The value of R is equal to 8.31 joule mole raised to -1 Kelvin raised to -1. Next question. What do you mean by absolute zero temperature or 0 Kelvin? The minimum temperature for an ideal gas is called absolute temperature or 0 Kelvin. The temperature is found to be -273.15 degrees Celsius. Next question. What is thermal expansion? The increase in the dimension of a body due to the increase in its temperature is called thermal expansion. Next question. Write the expression for coefficient of linear expansion. The coefficient is alpha L is equal to delta L divided by L into delta T. Next question. Write the expression for coefficient of area expansion. Alpha A equal to delta A divided by A into delta T. Write the expression for coefficient of volume expansion. That is alpha V equal to delta V divided by V delta T. ഈ മൂന്ന് കാര്യങ്ങളും ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, ഇതിൻ്റെ ഇക്വേഷൻസ് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ ലീനിയർ എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. അതായത് ലീനിയർ എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കൃത്യമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൽഫ എ ഈക്വൽ ടു 2 ആൽഫ 1 എന്ന രീതിയിലാണ് അതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി. അതായത് ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള ആ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ വി ഈക്വൽ ടു 3 ആൽഫ എൽ എന്ന രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ വി? ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി ഈക്വൽ ടു 1:2:3 എന്നതാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് ചോദിക്കാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഗിവൺ ബിലോ എക്സ്പ്ലെയിൻ ദ അനോമലസ് ബിഹേവിയർ ഓർ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വോളിയം ടെമ്പറേച്ചർ ഗ്രാഫും ഒരു ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫും ആണ്. ഇതിൽ നിന്നും അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇതാണ്. വാട്ടർ എക്സിബിറ്റ്സ് ആൻ അനോമലസ് ബിഹേവിയർ. ഇറ്റ് കോൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ് 0 degrees Celsius
to 4 degree Celsius. When it is heated after 4 degree Celsius, it expands like other liquids. അതായത് വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 0 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസിൽ അത് കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അത് ചൂടാക്കുകയാണെങ്കിൽ എല്ലാ ലിക്വിഡ്സിനെ പോലെയും അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബിഹേവിയറിനെയാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് ഹെൻസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു പോയിന്റ് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ ബോഡീസ് ഓഫ് വാട്ടർ സച്ച് ആസ് ലേക്സ് ആൻഡ് പോണ്ട്സ് ഫ്രീസ് അറ്റ് ദ ടോപ്പ് ഫസ്റ്റ്? അനോമലസ് ബിഹേവിയറുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഡ്യൂ ടു ദ അനോമലസ് ബിഹേവിയർ ഓർ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. Water has minimum volume and hence maximum density at 4 degrees Celsius. As a lake cools towards 4 degrees Celsius, water near the surface becomes denser and sinks. Then the warmer, less dense water near the bottom rises. When this layer cools to 0 degrees Celsius, it freezes and being less dense remains at the surface. അതായത് വാട്ടർ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ മുകളിലേക്കും താഴേക്കും ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അനോമലസ് എക്സ്പാൻഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാട്ടറിന് ഒരു പോണ്ടിലോ അല്ലെങ്കിൽ ഒരു ലേക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ താഴെയുള്ള വെള്ളം മുകളിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് മാറുന്നുണ്ട്. ഇത് ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വാട്ടറിൻ്റെ ഈ ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും ഫ്രീസ് ചെയ്യുന്നത്. അതായത് ടോപ്പിൽ ഫസ്റ്റ് ഫ്രീസ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അനോമലസ് ബിഹേവിയർ തന്നെയാണ് നമുക്കിവിടെ പറയാൻ ഉള്ളത്. അതായത് ആ അനോമലസ് ബിഹേവിയർ ഉള്ള 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് മിനിമം വോളിയവും അതുപോലെ തന്നെ മാക്സിമം ഡെൻസിറ്റിയുമുള്ള ആ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി. Heat capacity of a substance is the amount of heat required to rise the temperature of the substance by 1 unit. S equal to delta Q divided by delta T. Unit is joule per Kelvin. കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ദാറ്റ് ഈസ് S equal to 1 by m delta Q divided by delta T. Unit is joule, kilogram raised to -1, Kelvin raised to -1. Next question. Define molar specific heat capacity. Molar specific heat capacity of a substance is the amount of heat required to rise the temperature of 1 mole of the substance by 1 unit. C equal to 1 by mu delta Q divided by delta T. Unit is joule, mole raised to -1, Kelvin raised to -1. ഇപ്പോൾ നമ്മൾ പഠിച്ച 3 ഹീറ്റ് കപ്പാസിറ്റിയുടെ 3 വേർഷൻസും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഗ്യാസസ് ഹാവ് 2 സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്? ആൻസർ. എ ഗ്യാസ് ഈസ് കംപ്രസിബിൾ. ഹീറ്റ് ട്രാൻസ്ഫർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ കീപ്പിംഗ് either pressure or volume constant. So gases have 2 types of molar specific heat capacities. That is specific heat capacity at constant pressure and specific heat capacity at constant volume. Next question. Define molar specific heat capacity at constant pressure. Molar specific heat capacity at constant pressure of a substance is the amount of heat required to rise the temperature of 1 mole of the substance by 1 unit, keeping its pressure constant. That is Cp equal to 1 by mu
delta Q divided by delta T at constant pressure. Next question. Define molar specific heat capacity at constant volume, that is CV. Molar specific heat capacity at constant volume of a substance is the amount of heat required to rise the temperature of 1 mole of the substance by 1 unit keeping its volume constant. That is CV equal to 1 by mu delta Q divided by delta T at constant volume. ഈ രണ്ട് എക്സ്പ്രഷനും അതുപോലെ തന്നെ രണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും സി വിയുടെയും സി പിയുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായി തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. ഇതിനെ തമ്മിൽ അതായത് സി പി മൈനസ് സി വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. മേയേഴ്സ് റിലേഷൻ എന്നാണ് അത് പറയുന്നത്. കൃത്യമായി തന്നെ ആ ഒരു പേര് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ, മേയേഴ്സ് റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. 4186 ജൂൾ കിലോഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ആസ് വെൽ ആസ് ഹീറ്റർ ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സ്. വൈ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് വെരി ഹൈ, ഈക്വൽ ടു 4186 ജൂൾ കിലോഗ്രാം റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. അപ്പോൾ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് കൂളന്റ് ആയിട്ടും ഹീറ്ററിലൊക്കെ ഹോട്ട് വാട്ടർ ബാഗ്സിൽ ഒക്കെ ഈ വാട്ടർ ഉപയോഗിക്കാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഷർമെന്റ് ഓഫ് ഹീറ്റ് ഈസ് കോൾഡ്. ഹീറ്റിന്റെ മെഷർമെന്റിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലോറിമെട്രി എന്നാണ് നമുക്കതിന് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിവൈസ് ഇൻ വിച്ച് ഹീറ്റ് മെഷർമെന്റ് ക്യാൻ ബി മെയ്ഡ് ഈസ് കോൾഡ് എ ഡാഷ്. കലോറിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദി ഫോളോയിങ് ഫേസ് ട്രാൻസിഷൻസ്. സ്റ്റേറ്റുകൾ മാറുന്നതിനനുസരിച്ചുള്ള ആ ട്രാൻസിഷന്റെ പേരുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് ടു ലിക്വിഡ്, മെൽറ്റിംഗ്. ലിക്വിഡ് ടു സോളിഡ്, ഫ്യൂഷൻ. ലിക്വിഡ് ടു ഗ്യാസ്, വേപ്പറൈസേഷൻ. ഗ്യാസ് ടു ലിക്വിഡ്, കണ്ടൻസേഷൻ. സോളിഡ് ടു ഗ്യാസ്, സബ്ലിമേഷൻ. ഇത് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The temperature at which the solid and the liquid states of the substance coexist in thermal equilibrium with each other is called its dash. The answer is melting point. Next question. Melting point dash with increase in pressure. Answer is decreases. The temperature at which the liquid and vapor states of the substance coexist in thermal equilibrium is called its dash. Answer is boiling point. Next question. The boiling point increases with increase in pressure and decreases with decrease in pressure. ഇവിടെ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ബ്ലാങ്ക് ആയിട്ടായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. കൃത്യമായി തന്നെ നമുക്ക് ഈ സെന്റൻസ് പൂർത്തിയാക്കുവാൻ സാധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ്, ഗീവ് റീസൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹിൽ സ്റ്റേഷനുകളിൽ കുക്കിംഗ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് കാര്യം? ദ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് atmospheric pressure is lower. Boiling point of water decreases as compared to that at sea level. So cooking is difficult. Next question. Cooking is faster using a pressure cooker. Give reason. The boiling point increases with increase in pressure. Boiling point is increased inside a pressure cooker by increasing the pressure. Hence cooking is faster. Next question. Define sublimation. Give an example of a substance that sublime. The change from solid state to vapor state without passing through the liquid state is called sublimation. Sublimation എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ചേഞ്ചുകളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ച് ആണ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും നേരിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു, ലിക്വിഡ് സ്റ്റേറ്റിലൂടെ കടന്നു പോകാതെ.
ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ഡ്രൈ ഐസ്, അയഡിൻ, ക്യാംഫർ ഇവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഡിഫൈൻ latent heat. Next question ആണ്, the amount of heat per unit mass transferred during change of state of the substance is called latent heat of the substance for the process. L equal to Q divided by M. SI unit of latent heat is joule per kilogram. Latent ഹീറ്റും അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും കൃത്യമായി തന്നെ സ്റ്റേറ്റ്മെന്റും അതിന്റെ എക്സ്പ്രഷനും നമ്മൾ അതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഡിഫൈൻ latent heat of fusion, LF. The latent heat for a solid liquid state change is called the latent heat of fusion or simply heat of fusion. LF of water is equal to 3.33 into 10 raised to 5 joule per kilogram. Next question. Define latent heat of vaporization, LV. The latent heat for a liquid gas state change is called the latent heat of vaporization, LV, or heat of vaporization. LV of water is equal to 22.6 into 10 raised to 5 joule per kilogram. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The graph below represents the temperature versus heat for water at a 1 atmospheric pressure. Answer the following questions. ഈ ഗ്രാഫുകൾ നോക്കുക, അതിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ, ബി, സി, ഡി, ഇ, എഫ്. ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ആണ് ഇവിടെ ഗ്രാഫായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പോയിന്റുകൾക്കും ഇടയിലുള്ള പ്രോസസ്സ് ഏതാണ് എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഗ്രാഫില് ബി സി എന്ന് പറയുന്ന പോയിന്റ്, അത് എന്തിനെയാണ് രേഖപ്പെടുത്തുന്നത്? ആ പ്രോസസ്സ്. ആൻസർ മെൽറ്റിംഗ് ആണ്. ഡി ഇ ആൻസർ വേപ്പറൈസേഷൻ. അതുപോലെ എ ബി ആൻസർ സോളിഡ് അല്ലെങ്കിൽ ഐസ്. സി ഡി ലിക്വിഡ് ഓർ വാട്ടർ. ഇ എഫ് എന്ന് പറയുന്നത് ഗ്യാസ് സ്ട്രീം ആണ്. അതുപോലെ തന്നെ ബി സി എന്നതിലെ ഫേസ്, അത് സ്റ്റേറ്റ് ഏതൊക്കെയാണ്? സോളിഡ് പ്ലസ് ലിക്വിഡ് ആണ്. ഡി ഇ എന്നതിലെ ഫേസ് ഏതൊക്കെയാണ്? ലിക്വിഡ് പ്ലസ് ഗ്യാസ് ആണ്. കൃത്യമായി തന്നെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹീറ്റ് എനർജി കറസ്പോണ്ട്സ് ടു ബി സി ഈസ് കോൾഡ് ഡാഷ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ടത്. ദ ഹീറ്റ് എനർജി കറസ്പോണ്ട് ടു ഡി ഇ ഈസ് കോൾഡ് ഡാഷ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഉള്ളത്. The slope of AB and CD are different. Why? The different slopes indicates that specific heat capacity of ice and water are different. When slope of graph is less, it indicates a high specific heat capacity, and the slope of CD is less than that of AB. That is, specific heat capacity of water is greater than that of ice. ഈ ചേഞ്ചുകൾ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഗ്രാഫിന്റെ രൂപത്തിൽ തന്നെ പോയിന്റുകൾ മാറ്റി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. കൃത്യമായി തന്നെ ഇത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഡിഫറെന്റ് മോഡുകൾ ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് കൃത്യമായി തന്നെ പോയിന്റുകളായി പഠിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? കണ്ടക്ഷൻ ഈസ് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് പാർട്സ് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് if one end of a metallic rod is heated. Expression is H is equal to Ka Tc minus Td divided by L. The constant of proportionality K is called thermal conductivity of the material. Next question. Some cooling pots have copper coating on the bottom. Give reason.
The thermal conductivity of copper is high and it promotes the distribution of heat over the bottom of a pot for uniform cooking. Next question. Why a brass tumbler feels much colder than a wooden tray on a chilly day? The thermal conductivity of brass or metal is greater than that of wood. Next question. Houses made of concrete roofs get very hot during summer days. Why? Because thermal conductivity of concrete is moderately high. Next question. What is convection? Convection is a mode of heat transfer by actual motion of matter. It is possible only in fluids. Next question. Give examples for natural convection. Sea breeze, land breeze, trade wind. കടൽക്കാറ്റ്, കരക്കാറ്റ് ഇവയെല്ലാം നാച്ചുറൽ കൺവെക്ഷന് ഉദാഹരണങ്ങളാണ്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. Explain sea breeze. Sea breeze is due to natural convection. During the day, the ground heats up more quickly than large water bodies. This is due to greater specific heat capacity of water. The air in contact with the warm ground is heated. It expands, becomes less dense and rises. The cold air above sea moves to fill this place and is called as sea breeze. Sea breeze എന്ന് പറയുന്നത് പകൽ സമയത്ത് കര വെള്ളത്തിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ചൂടാവുകയും കരയോട് ചേർന്ന് നിൽക്കുന്ന ആ എയർ അത് ഡെൻസിറ്റി കുറയുകയും അത് മുകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നു. ആ ഭാഗത്തേക്ക് കടലിൽ നിന്നുള്ള തണുത്ത ആ ഒരു എയർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സീ ബ്രീസ്. ഇത് നാച്ചുറൽ കൺവെക്ഷൻ ആണ് ഇതിന് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ലാൻഡ് ബ്രീസ്. അറ്റ് നൈറ്റ് the ground loses its heat more quickly and the water surface is warmer than the land. The air in contact with the water is heated. It expands, becomes less dense and rises. Then colder air above the ground moves to fill this place and it is called as land breeze. രാത്രി സമയങ്ങളിൽ കര പെട്ടെന്ന് തണുക്കുന്നു, പക്ഷേ വാട്ടറിന് മുകളിലുള്ള എയർ അത് ചൂടായി തന്നെ നിൽക്കുകയായിരിക്കും. അങ്ങനെ വാട്ടറിന്റെ സർഫസിന് മുകളിലുള്ള എയർ അത് ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലേക്ക് ഉയർന്നു പോവുകയും കരയിലെ തണുത്ത എയർ അങ്ങോട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് എക്സാമ്പിൾസ് ഫോർ ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഫോഴ്സ്ഡ് കൺവെക്ഷന് എക്സാമ്പിളുകൾ പറയുക. ഫോഴ്സ്ഡ് എയർ ഹീറ്റിംഗ് സിസ്റ്റംസ് ഇൻ ഹോം, ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, ദ കൂളിംഗ് സിസ്റ്റം ഓഫ് ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റേഡിയേഷൻ? ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു മോഡാണ്. എന്താണെന്ന് നോക്കാം. ദ മെക്കാനിസം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഈസ് കോൾഡ് റേഡിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എർത്ത് ഫ്രം ദി സൺ ത്രൂ എംപ്റ്റി സ്പേസ് ആസ് ഡാഷ്. ആൻസർ ഈസ് റേഡിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We wear white or light colored clothes in summer. Why? White color absorbs the least heat from the sun. Next question. During winter, we use dark colored clothes. Why? Dark colors absorb heat from the sun and keep our body warm. Next question. The bottoms of the utensils for cooking food are blackened. Why? The black colored absorb maximum heat from the fire and give it to the vegetables to be cooked. Next question. Explain the principle of thermo bottles. It consists of a double-walled glass vessel with inner and outer walls coated with silver. Radiation from the inner wall is reflected back to the content of the bottle and the outer wall similarly reflected back any incoming radiation. രണ്ട് വോളുകളുള്ള
ഒരു ബോട്ടിലായിട്ടാണ് തെർമൽ ബോട്ടിൽസ് എല്ലാം നിർമ്മിതമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിലേക്ക് തന്നെ പോവുകയും വെളിയിൽ നിന്നുള്ള ഹീറ്റ് അത് വെളിയിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഈ ബോട്ടിൽ എപ്പോഴും ചൂടായി തന്നെ നിലനിൽക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബ്ലാക്ക് ബോഡി? An object that absorbs all radiations falling on it at all wavelength is called black body. A black body also emits radiations for all wavelengths. Next question, what are black body radiations? The radiations emitted by black body are called black body radiations. Next question, state Wien's displacement law. The wavelength for which energy emitted by a black body is the maximum is inversely proportional to the temperature. This is known as Wien's displacement law. Lambda m proportional to 1 by t or lambda m t equal to a constant. Next question. State Stephen Boltzmann's law. The energy emitted by a radiator per unit time is given by H equal to AE sigma T raised to 4, where A is the area of the body, T is the temperature of the body, E is the emissivity, sigma is called Stephen Boltzmann constant. Next question, explain greenhouse effect. The Earth's surface radiates energy absorbed from the sun. The wavelength of these radiations lie in the infrared region. A large portion of this radiation is absorbed by greenhouse gases, namely carbon dioxide, methane, nitrous oxide, chlorofluorocarbon and tropospheric ozone. This heats up the atmosphere and it gives more energy to Earth. This cycle continues until no radiation is available for absorption. The net result is the heating of Earth's surface and atmosphere. This is known as greenhouse effect. Next question, state Newton's law of cooling. Newton's law of cooling says that the rate of loss of heat, that is rate of cooling of a body, is proportional to the difference of temperature of the body and the surroundings. That is minus dq by dt equal to k into T2 minus T1, where T1 is the temperature of the surrounding medium, T2 is the temperature of the body, and k is the positive constant depending upon the area and nature of the surface of the body. Next question, draw the curve showing cooling of hot water with time. എക്സാമിന് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്, കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. 11ാമത്തെ +1 ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ റിവിഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് ലോയുടെ സ്റ്റേറ്റ്മെന്റുകളും ഇക്വേഷൻസും എല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ അതിൻ്റെ സയൻറ്റിഫിക് വേർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില നമ്മുടെ നിത്യജീവിതത്തിലുള്ള ചില സംഭവങ്ങളുമായി കൂട്ടിയിണക്കുന്ന രീതിയിലുള്ള കുറച്ച് ബേസിക് സയൻസിൻ്റെ തിയറീസ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. അവയെല്ലാം ക്വസ്റ്റ്യനായി തന്നെ നമ്മളോട് എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളവയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. കൃത്യമായി തന്നെ എല്ലാവരും പഠിക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.